ബേഥേലിൽ ചെല്ലുമ്പം പഴയ പോലെ പോകാൻ പറ്റത്തില്ല. വസ്ത്രമെല്ലാം മാറണം. ഈ മജന്തായും ഈ ചുമല് ഈ നീലയുടുപ്പും എല്ലാം മാറി അവരെന്ത് ചെയ്തു? ശുഭ്രവസ്ത്രം കക്ഷം കാണാമെന്നത്, ഇവിടം വരെ ഇറക്കിയത്, ഇവിടം വെട്ടി ഇറക്കിയത് എല്ലാം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സാത്താന്റെയാ. ഗദരദേശത്ത് 6000 ഭൂതമുള്ളവന്റെ ശരീരത്തിൽ ഉടുപ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ 3000 ഭൂതം ഉണ്ടെങ്കിൽ ബെർമുഡ കാണും. 1500 ഉണ്ട് ബെന്യനും ബെർമുഡയും കാണും. അതിൽ കുറഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ആലോചിച്ച് തീരുമാനിച്ചു. ദേഹത്ത് ഭൂതമില്ലെങ്കിൽ അവരെ കണ്ടാൽ അറിയാം. ലജ്ജാശീലത്തോട് വസ്ത്രധാരണം ചെയ്യും. അപ്പൊ നിന്നിൽ ഭൂതമുള്ളതുകൊണ്ടാ ഇത് പറഞ്ഞാൽ അനുസരിക്കാത്ത. ഈ ഡ്രസ് കോഡിന് വരെ നീ കണക്ക് പറയും. എന്റെ യേശു നിന്നെ കൊണ്ട് ഈ ഡ്രസ് കോഡിന് വരെ കണക്ക് പറയിപ്പിക്കും. സഭ ആരുടേതാ? അത് മറക്കട്ടോ. പിള്ളേരെ കൊണ്ട് ബോസിച്ച് എഴുതിക്കണം കേട്ടോ. സൗന്ദര്യമുണ്ടായിട്ട് എന്ത് കാര്യം? റാഹേൽ എത്തപ്പെടേണ്ടടത്ത് എത്തിയില്ല. ഇന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഈ ലോകത്തിന്റെ മോഹത്തിൽ അകപ്പെട്ട് പലതും കണ്ടിത് ദൈവമാണെന്ന് പറഞ്ഞ്, ഇത് ദൈവം കൈനീട്ടി തന്നതാന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം ലോകത്തിന് മഹത്വം കൊടുത്ത് സ്വസ്ഥം ഗ്രഹഭരണമെന്ന് പറഞ്ഞ് നീ മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോ, നഷ്ടപ്പെടുന്ന നിത്യ രാജ്യമാണ്. നിന്റെ ലക്ഷ്യം നഷ്ടപ്പെടരുത്. പണ്ട് അത്ലറ്റിക്സിൽ നല്ലവണ്ണം ഓടാൻ സ്പീഡുള്ള ഒരാൾക്ക് കേരളത്തിൽ നിന്ന് SI ആയിട്ട് സെലക്ഷൻ കിട്ടി. ഓട്ടത്തിലൂടെ കിട്ടിയല്ല, കിട്ടത്തില്ല. അങ്ങനെ പുള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഒരു പകൽ 1 മണിയായപ്പം പുള്ളി ഇങ്ങനെ ജീപ്പിൽ ഡ്രൈവറുമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളൻ കയ്യിലൊരു കെട്ടുണ്ട്, കിണ്ടിയും എല്ലാം കൂടെ മോട്ടിച്ചോണ്ട് വരിക. നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ ഒരൊറ്റ ഓട്ടമാണ്. SI ജീപ്പെന്ന് ചാടി ഇവന്റെ പുറകെ ഓടി. എത്ര ഓടിയിട്ടും കള്ളനോട് അടുക്കാൻ കഴിയുന്നില്ല. അപ്പം പുള്ളി ചിന്തിച്ചു, ഇവിടെ എന്നേക്കാൾ വേഗത ഓടുന്നവര് കേരളത്തിലില്ലല്ലോ, പിന്നെ ഈ കള്ളൻ എങ്ങനെ ഇത് പിടിച്ചോണ്ട് ഓടുക? പുള്ളി ഈ തൊപ്പിയും വടിയും കളഞ്ഞിട്ടും ഓടിയെത്തുന്നില്ല. അപ്പം പുള്ളി തീരുമാനിച്ചു, എടാ അത്ലറ്റിക്സിൽ ഒന്നാമതായി എന്നെ തോപ്പിക്കാനോ? പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? പൂർവാധികം ശക്തി ഏറ്റെടുത്ത് ഒരൊറ്റ പിടി അങ്ങ് പിടിച്ചു. ഓടി ഓടി ഈ കള്ളനെ തോപ്പിച്ച് മുന്നേ കയറിയിട്ട് ഓട്ടം നിർത്തിയില്ല. പിന്നെ ഓടിയിട്ട് തിരിഞ്ഞു നിന്ന് പറയുവാ, നിന്നെ ഞാൻ തോപ്പിച്ചെന്ന്. എന്തിനാ ഓടിയത്? എന്തിനാ നീ ഇറങ്ങിത്തിരിച്ചത്? യോ, ലക്ഷ്യം തെറ്റരുത്. അമാർഷിയ, മിസ്സിംഗ് ദ ടാർഗറ്റ്. തകർന്നു പോകരുത് നീ. അതുകൊണ്ട് അപ്പച്ചന്മാർ ഇവിടെ വിശുദ്ധിക്ക് ഇറങ്ങിത്തിരിച്ചതാ. അന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നു. ജനം എരച്ചു കയറി വന്നു. ജനം ആരാധിക്കാൻ കടന്നു വന്നു. ഇന്ന് എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ ആത്മീയമായിട്ടൊന്നുമില്ല, ദൈവിക വിഷയമായിട്ടൊന്നുമില്ല. ഇപ്പം വാരഫലം വരെ വനിതയ്ക്കകത്ത് വായിക്കും. വാതിൽ മാറ്റിവെക്കുന്നു, വീടുകൾ റോഡ് മാറ്റുന്നു, വാസ്തു എന്തുവാ പണ്ടില്ലായിരുന്നു. ഇത് നിന്നെ വിടില്ല. ഇളകാത്ത രാജ്യം നീ പ്രാപിക്കില്ല. ഇന്നെല്ലാം വലിച്ചെറിഞ്ഞോ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നീ മനഃപൂർവം പാപം ചെയ്താൽ you will be stand under the judgment of Jesus. മറക്കരുത്, നിന്നെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്.